എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈദ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഈദൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം ഇതാ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. ഞാനും അസ്കർക്ക് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. മെയിനായിട്ടൊരു സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ടോയ്സ് ഒക്കെ ഉള്ളൊരു ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ലൊരു അടിപൊളി ടോയ് ഗണ്ണാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷെസിനും ഷെയ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഷെസിനും ഷെയ്സിനും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഷെയ്സ് 25 നോമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ അടക്കം 25 നോമ്പാവും. ഷെസിന് ഫുൾ നോമ്പ് 1ാം ക്ലാസ് മുതൽ തന്നെ എടുക്കലുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോൾ ഇത്തവണ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്തവണ ഫുള്ള് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഷെയ്സ് 25 എടുത്തല്ലോ, മാഷാ അല്ലാ. അവന് കഴിഞ്ഞ നോമ്പിനൊക്കെ എനിക്ക് തോന്നുന്നത് 10 അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് തോന്നുന്നു, ശരിക്കും ഓർമ്മയില്ല. അപ്പം ഒരു ഗിഫ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഒരിടത്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കൂടെ ഇല്ല. അപ്പം ബാക്കിൽ ഡിക്കിയിൽ വെച്ചിരുന്നു. അപ്പം ഇനി പെരുന്നാളായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ പെരുന്നാൾ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ പെരുന്നാളായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ ഒരു ചെറിയൊരു സന്തോഷം, ഒരിക്കൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ, നോമ്പെടുക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ള ഒരു പ്രോത്സാഹനം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ നമ്മൾ അവർക്കുള്ള ഗിഫ്റ്റും പിന്നെ ഈദ് നെക്സ്റ്റ് ഡേ ആവുകയാണെങ്കിൽ നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് അവരുടെ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കട്ടെ. എന്തേ എന്താണ് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. സർപ്രൈസ് ഇതാണ്. ഇന്നത്തെ ഇയാളാണ് എന്താ ഷൂട്ട് ചെയ്യാനാണ്. നല്ല വിധത്തിൽ കൊടുക്കും. എല്ലാ കൊല്ലവും ഫുള്ള് നോമ്പെടുത്തിട്ട്. അപ്പൊ ഇതാണ് ഹാപ്പി അല്ലേ? അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ടേബിൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനും ഷെയർസും ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മളെ മൂത്താപ്പാൻ്റെ മോനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സ്റ്റിക്കറൊക്കെ. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കല്ല, അവർ പ്രിൻറ്റ് ചെയ്തിട്ട് തന്നതാണ്. അപ്പോൾ അവർക്ക് മിഷാജ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ട് 3-4 ഷോപ്പുകളുണ്ട് കേട്ടോ. ഒന്നിൽ ലേസർ കട്ടിങ്ങും ജാളി കട്ടിങ്ങും പിന്നെ ഫ്ലെക്സ് പ്രിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ അവിടെ പോയിട്ട് ചൂസ് ചെയ്തിട്ട് അങ്ങനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ താഴെ നമ്പർ കൊടുക്കുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഷേസ് ഇമ്മീത് അവിടെ മൈലാഞ്ചി ഇടണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഞാൻ കിച്ചണത്തെ പണികൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലോണം ലേറ്റ് ആയിട്ട്, അപ്പോൾ 11 മണിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ടേബിള്.
അപ്പോൾ ഇതൊരു 11 മണിയായപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ടോ. എന്തോ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതാ പാലൊക്കെ പായസത്തിന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെ തുടങ്ങാൻ വിചാരിച്ചു. ഇനി നമ്മൾ ബോംബെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ബോംബെ ബിരിയാണി മസാല റെഡിയാക്കണം. അപ്പോൾ ഇതാ തക്കോലം, ജാതിപത്രി, മല്ലി, പിന്നെ ഏലക്കായ, കറുത്ത ഏലക്കായ, പിന്നെ ബേ ലീഫ്, ചെറിയ ജീരകം, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പെപ്പർ കോൺസും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഷേസിയും ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഊരിയതിന് ശേഷം വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടുണ്ട്. ഇനി ബിരിയാണി മസാല റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഷേസ് അവിടെ സാലഡിനൊക്കെ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഫജീറ്റ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള. അപ്പോൾ നമ്മളുടെ അടപ്പായസത്തിലേക്കുള്ള ഇൻസ്റ്റൻറ്റ് മിക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ഇതാ കുറച്ച് പൊട്ടാറ്റോ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ പൊട്ടാറ്റോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഹാഫാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളുടെ ബോംബെ ബിരിയാണി മസാല ഇവിടെ പൊടിച്ചെടുക്കുകയാണ്. ഇത് പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ്. ഈ ഒരു ബിരിയാണിയിലേക്ക് നമ്മൾ സവാള ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ബിസ്റ്റാക്കി എടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് ബിസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ഒരു 5-6 മിനിറ്റ് വേവിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോംബെ ബിരിയാണി മസാല അതൊരു 6 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചിക്കൻ 2 കിലോഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഈ ഒരു 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതാ ബിസ്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മളുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ബിരിയാണി മസാലയിലേക്ക്. അപ്പോൾ ഞാനിവിടെ 2 കിലോഗ്രാം ചിക്കനിലേക്ക് 6 സവാളയാണ് ബിസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും പിന്നെ ഒരു പിടി മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ചേർക്കണം. ഞാനിവിടെ 2 കിലോഗ്രാമിലേക്ക് 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇത് ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്തിയും കാഷ്യൂം കിസ്മിസൊക്കെ ഒന്ന് റെഡിയാക്കിയതാണ്. ഇത് നമ്മളുടെ ബോംബെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പണി കഴിഞ്ഞു. ഷേസ് അവിടെ ചിക്കൻ ഫജീറ്റ സാലഡിലേക്കുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസും കൂടെ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മളിത് തലേ ദിവസം രാത്രി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ പുലർച്ചെന്നേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പോൾ ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുക ഇതിലേക്ക്. അപ്പം ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫജീറ്റ സാലഡിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ടി വ്ളോഗിൽ. ഒരു 3:15 ആയപ്പം ഞങ്ങൾ പണികളൊക്കെ തീർത്തു കേട്ടോ. പായസം റെഡി ആയിട്ടുണ്ട്, സാലഡിലേക്കുള്ള വെജിറ്റബിൾസും ചിക്കനും റെഡിയാക്കി, ചിക്കൻ മസാല ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കി, റൈസും റെഡിയാക്കി. അപ്പോൾ ഇതാ ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ടേബിൾ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട്. പിന്നെ നമ്മളിതാ രാവിലെ 6:30 6:45 വീട്ടിൽ നിന്ന് ഈദ്ഗാഹിന് വേണ്ടിയിട്ട് ഇറങ്ങണത്. അപ്പോൾ ഞാനും ഷേസയും ആ ഒരു സുബൈ സമയത്ത് തന്നെ കുളിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കിടന്നു. എന്നിട്ട് ഇതപ്പോൾ നമ്മളെല്ലാവരും പോവാണ് കേട്ടോ. ഇപ്പം അവിടെ അടുത്ത് തന്നെ ഉള്ള പള്ളിയിലാണ് കേട്ടോ, സ്ഥിരം ഇപ്പോൾ പോണ പള്ളിയിലാണ് നിസ്കാരത്തിന് പോക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പം അവിടെയും പോയി. നമ്മളിവിടെ കൂട്ടിലങ്ങാടിയിൽ തന്നെയുള്ള പള്ളിയിലാണ് ഈദ്ഗാഹിന് പോക്ക്. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഒന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. എൻ്റെ വീട്ടിലത്തോരും ഇവിടെ തന്നെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഈദ്ഗാഹിന് വരൽ. അതുകൊണ്ട് എല്ലാവരെയും രാവിലെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. My God, Mr. Jabbar! അങ്ങനെ ഇതാ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇതപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ഈദിന് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഷെയും മക്കളും അതുപോലെ മുന്നത്താത്തയും മക്കളൊക്കെ സൗദിക്ക് പോയിട്ടുണ്ട് വെക്കേഷനായിട്ട്. അപ്പോൾ അതാ വീട്ടിലെത്തി. ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയുടെ മസാലയും പായസമൊക്കെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പാലിലേക്ക് കുറച്ച് കുങ്കുമം ചേർത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്, ദം ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന പാത്രത്തിനിടയിൽ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു. പിന്നെയും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ മിഡിലായിട്ടാണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യ് എന്ന് പറയുന്നത് നമ്മൾ ബിസ്തയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു നെയ്യാണ് കേട്ടോ. പിന്നെ കുങ്കുമം ഇട്ടിട്ടുള്ള ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്തയും കാഷ്യും കിസ്മിസും ഒക്കെ അതും ഇട്ടിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഫജീറ്റ സാലഡ് ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ അത് പ്ലേറ്റ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബിരിയാണി ദമ്മ് തുറക്കാനായിട്ടോ. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളുടെ അടുത്തുള്ള ഉണ്ണിയേട്ടനും ഫാമിലിക്കൊക്കെ കൊണ്ടു കൊടുക്കണം. പിന്നെ നമ്മളും ഫുഡ് നേരത്തെ തന്നെ കഴിക്കുകയാണ്. 10 മണി ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫുഡും കഴിക്കുകയാണ്. അപ്പം ഇനി ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങട്ടെ. അപ്പം എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്.
സാധാരണ ഞങ്ങൾ ഇത്ര നേരത്തെ ഒന്നും കഴിക്കലില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ഒന്ന് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചു. നമ്മളെ വീട്ടിൽ തന്നെ എല്ലാ പ്രാവശ്യവും എല്ലാവരും ഉണ്ടാവലുണ്ടല്ലോ, അസ്കർ ഖാൻ്റെ ബ്രദേഴ്സും ഫാമിലിയും ഒക്കെ ഉണ്ടാവലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിയുമ്പോൾ തന്നെ നല്ല സമയമാവും. അപ്പോൾ ഇത്തവണ ഞങ്ങൾ തന്നെ ഉള്ളുവല്ലോ, അപ്പോൾ ഒന്ന് ഫുഡൊക്കെ നേരത്തെ കഴിച്ചിട്ട് എല്ലാവരുടെയും വീട്ടിലൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അസ്കർ ഖാൻ്റെ ഉപ്പാൻ്റെ ബ്രദേഴ്സും അവരുടെ മക്കളും ഒക്കെ വന്നത്. അവർക്കൊക്കെ പുഡിങ്ങൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു തിരിച്ചു പോയി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അസ്കർക്കും മക്കളും കൂടെ ഇതാ മൂത്താപ്പാൻ്റെ വീടുകളിലും അതുപോലെ മൂത്താപ്പാൻ്റെ മക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരെയും ഒന്ന് കാണുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പോണത് മൂത്താപ്പാൻ്റെ മോൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് മൂത്താപ്പാൻ്റെ മോന് കൃഷി ചെയ്യും കേട്ടോ, ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണുകയും ചെയ്യാം കേട്ടോ. ഈ കർഷകനോടാണ് നിങ്ങൾ വാദിച്ചത്. നിങ്ങൾ കയറണോ? അതാ ഞങ്ങളെ തലന്റെ മുകളിൽ തന്നെ. ഓ എന്ത് രസം. നിങ്ങൾ എന്താ വെട്ടിക്കൊടുക്ക ചെയ്യാ കഴിഞ്ഞാല്? നല്ല മുന്തിരി, നല്ല മുന്തിരി. നിങ്ങള് ദമാമിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയില്ലല്ലേ? അയ്യോ മാഷാ അല്ലാഹ്, അടിപൊളി. തന്നെ ഇങ്ങോട്ട് പോരും കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ ഐറ്റംസ് ആണ്. ഇതൊക്കെ ഓരോ ഐറ്റംസ് ഒരു ഫാമിലിയൊക്കെ സൗദിയിലായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ അടുത്താണ് നാട്ടിൽ സെറ്റിൽ ആയത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ സൗദിയിലായപ്പോഴും ഒരുപാട് കൃഷി ചെയ്തതും കായ്കളൊക്കെ ഉണ്ടായതൊക്കെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഫോട്ടോസൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ മറ്റൊരു മൂത്താപ്പാൻ്റെ മോൻ്റെ വീട്ടിൽ, നമ്മളെ വീട്ടിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തന്നിട്ടില്ലായിരുന്നു. അത് ആലുക്കാക്കാൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു മൂത്താപ്പാൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ വന്നു. പിന്നെ ഒരു ആപ്പാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മുണ്ടോർമ്പ് വീട്ടിൽ പോവുക കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ചെല്ലൽ നല്ലോണം ലേറ്റായിട്ട് മഗ്‌രിബ് ആ ഒരു സമയത്താണ് ചെല്ലുക. അപ്പോൾ നമുക്ക് ഫോട്ടോസൊന്നും മര്യാദക്ക് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്തവണ ഒന്ന് നേരത്തെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒന്ന് തിരിച്ചു പോരാ. അതിന് ശേഷം പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് വീണ്ടും പോകാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഉറക്കമൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്പം അതുപോലെ ഫെമി മോളിയൊക്കെ ഉള്ളായിരുന്നു എണീറ്റ് നിൽക്കണത്. അപ്പം ഞാൻ കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു. ഇനി നമുക്ക് കൂട്ടിലങ്ങാടി വീട്ടിൽ തന്നെ പോകണം. അവിടെ ഷെസിൻ്റെ ഒരു ഫ്രണ്ടും ഹരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ടും ഹരിൻ്റെ പാരൻസും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അതാ ഷെസിൻ്റെ ഹരിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഷെസിൻ്റെ വേറൊരു ഫ്രണ്ട് ഏതൻ എന്ന് പറഞ്ഞ ഫ്രണ്ടിനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഹരിൻ്റെ അമ്മ ഇവിടെ നോബിളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മക്കളൊക്കെ കുറച്ച് നേരമൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ ഹരിയൊക്കെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഹരി വന്നപ്പോൾ ഷെസിന് ഒരു ഗിഫ്റ്റ് ബോക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ചോക്ലേറ്റും കുക്കീസൊക്കെ. പിന്നെ രാത്രി എൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിലാണ് എല്ലാവരും കൂടുന്നത്. അങ്ങനെ പലതും ചോദിക്കേ. സാരിയാണോ ഗൗണാണോ?
ചില കസിൻസിനൊക്കെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം കാണുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പർപ്പിൾ കളർ ഷോൾ ഇട്ടത് അനിയത്തിൻ്റെ മോളാണ്. അവൾ കാശ്മീരിൽ PG ചെയ്യാണ് MBBS. ഇത് അവളുടെ സിസ്റ്ററാണ്. ഇവള് ചെന്നൈയിലാണ് വർക്ക് ചെയ്യണത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പം ഇവർ രണ്ടുപേരും നമ്മൾ കുറേ ദിവസത്തിന് ശേഷം കാണാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ ഒന്ന് തറവാട്ടിൽ കൂടിയതാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഓരോരുത്തർ ഓരോ സെറ്റായിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും അധികമൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇവിടുന്ന് ഷേസിനെ ഏൽപ്പിക്കുകയായിരുന്നു, കുറച്ച് വീഡിയോ എടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട്. ഷേസി അധികം എടുത്തിട്ടില്ല, എല്ലാവരും സംസാരത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.